ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ അതുമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് റവ, 1/4 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടും വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഓയിലൊക്കെ സ്പ്രെഡാണ് വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കണ വിധത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ തിളച്ച വെള്ളം അല്ലെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന വിധത്തിലുള്ള ചൂടുണ്ടായിരിക്കണം കേട്ടോ വെള്ളത്തിന്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടണമൊക്കെ ഉണ്ട്, കാരണം പഞ്ചസാര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടുന്നത്. നമുക്കിത് 2 ബോൾസായി മാറ്റാം. ഇതുപോലെ 2 വലിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ശേഷം ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു പലകമ്മ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഇതിങ്ങനെ നല്ല തിക്കിൽ, എന്നാൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ നല്ല തിന്നായിട്ടാണല്ലോ പരത്തുക. അപ്പം ആ ഒരു തിന്നില്ലാതെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഒന്ന് പരത്തിയെടുക്കാൻ. കാരണം നമ്മളിത് കുറച്ചൊക്കെ നല്ല കട്ടിയുള്ള ഇതിലാണ് നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഇവിടെ തിക്കായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര തിക്കൊക്കെ ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും അടപ്പൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെങ്ങാണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഷേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അത് നമുക്കിനി മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതുകൊണ്ട് നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഇതൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ശേഷം ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആയി ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു അയണോ എന്തെങ്കിലും ഒരു കടായി എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ തന്നെ യൂസ് ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഈ സ്നാക്ക് റെസിപ്പി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇത് ബ്രൗൺ നിറാവണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം ഇത് നല്ല തിക്കായതുകൊണ്ട് ഉള്ളു വേവാൻ സാധ്യത ഉണ്ടാവില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് പെട്ടെന്ന് ബ്രൗൺ നിറായിട്ട് നമുക്കിത് ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ മറ്റുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്രിസ്പി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഈവനിങ് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.